പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 20 വാക്യം. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു, പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി. അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി എന്ന് പറയുമ്പോൾ ഈ വചനം ഇസ്ഹാക്കിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഉള്ള തന്റെ ജീവിത പങ്കാളി വധു റിബേക്കയെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ട ദൈവവചന ഭാഗം. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും എന്ന് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഈ തിരുവെഴുത്തിന്റെ സ്തോത്രം പ്രാരംഭ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം വായിക്കുമ്പോൾ 1 വാക്യം വായിക്കും. അബ്രഹാം വയസ്സിൽ ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, നിന്റെ കൈ എന്റെ തുടയും കീഴിൽ വെക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകനും ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കണമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അബ്രഹാമിന്റെ വീട്ടിലെ സകല കാര്യത്തിനും കാര്യവിചാരകനായിരിക്കുന്ന എലയാസറിനെ കൊണ്ട് അബ്രഹാം സത്യം ചെയ്യിപ്പിക്കുക. എന്റെ മക്കൾക്ക്, എന്റെ മകനായിരിക്കും ഇസ്ഹാക്കിന് കനാന്യ ജാതികളുടെ കയ്യിൽ നിന്ന്, കനാന്യ ജാതികളിൽ നിന്ന് ഭാര്യ എടുക്കരുത്. ഹല്ലേലൂയ. നീ എന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കണം, കണ്ടുപിടിക്കണം. ഈ സത്യം അബ്രഹാം എലയാസറിനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എലയാസർ ചെയ്തത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 24 അധ്യായം 10 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു. മെസൊപ്പൊത്താമ്യയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. ഹല്ലേലൂയ. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിലേക്ക് നിർത്തി. പറഞ്ഞത് എന്തെന്നാൽ, എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്തത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എലയാസറിന്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അബ്രഹാം എലയാസറിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച സത്യത്തിന് കൂട്ടുനിന്ന് സത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തനായി. എലയാസറുടെ പരിശുദ്ധാത്മാവിന്റെ സദൃശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ എലയാസർ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. മെസൊപ്പൊത്താമ്യയിലെ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്ന് വൈകുന്നേരത്ത് ഒട്ടകങ്ങളെയൊക്കെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിലേക്ക് നിർത്തി എലയാസർ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ, അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെഥൂവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്ന്, ബാല അതിസുന്ദരിയും ഹല്ലേലൂയ പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. ബാല അതിസുന്ദരിയാണ്. ഒരു പുരുഷൻ പോലും അവളുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. ഹല്ലേലൂയ. അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചേർന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. റിബേക്ക പെട്ടെന്ന് പാത്രമായി കിണറ്റിലിറങ്ങി വെള്ളം കോരി നിറച്ച് പുറത്തു വന്നപ്പോൾ എലയാസർ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ പാത്രത്തിലെ വെള്ളം കുറച്ച് എനിക്ക് കുടിക്കാൻ തരണം. അല്ലേ? യജമാനനെ കുടിക്കുക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിൽ ഇറക്കി അവൾ കുടിപ്പാൻ കൊടുത്തു. അവളെ കേട്ട മാത്രമേ എന്ത് ചെയ്തു? എലയാസറിന് വെള്ളം കുടിക്കാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വീണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് അവൾ പറയാ. എലയാസർ
വെള്ളം കുടിച്ചു കഴിഞ്ഞ ഉടനെ അവൾ പറയാം, നിന്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി കൊടുക്കാം. ഹല്ലേലൂയ. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിക്കൊടുത്തു. പുരുഷൻ അവളെ ഉറ്റുനോക്കി. ഹല്ലേലൂയ. നമുക്കറിയാം, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് 10 ഒട്ടകങ്ങളുമായിട്ടാണ് എലയാസർ പോകുന്നത്. നാം ഇത് ചരിത്രഭാഗം ഉപയോഗിക്കും, ഓരോ ഒട്ടകം ഏകദേശം 10 കൂടം വെള്ളം കുടിക്കുമെന്ന്. അങ്ങനെ 10 ഒട്ടകങ്ങൾക്ക് ഏകദേശം 100 കൂട്ടം വെള്ളം വേണം. ഈ 100 കൂട്ടം വെള്ളം അതിവേഗത്തിൽ കോരി ഈ 10 ഒട്ടകങ്ങളുടെയും ആവശ്യത്തിന് വെള്ളം കോരിക്കൊടുക്കുവാൻ അവൾ ഓടി ഓടി ചെന്ന് കിണറ്റിലിറങ്ങി വെള്ളം കോരുക. അല്ലേ, എത്ര സാമർഥ്യമുള്ളവളാണ്, എത്ര വാത്സല്യമുള്ളവളാണ്, എത്ര സ്നേഹമുള്ളവളാണ്, അവൾക്ക് എത്രമാത്രം കരുതലാണ്. എലയാസറിനോടും എലയാസറിന്റെ ഒട്ടകങ്ങളോടും അവൾക്കുണ്ടായ ആ വലിയ കരുതൽ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലെ സഹോദരിമാരൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യം. അവൾ എലയാസറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എലയാസറിനെ പരിചയമില്ല, അവൾക്ക് ആ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അവൾ വെള്ളം കോരുവാനായിട്ട് വന്നപ്പോൾ എലയാസർ അവളോട് വെള്ളം ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ തന്റെ കയ്യിലെ പാത്രം കൊടുത്തതിനെ വെള്ളം കുടിച്ച് അവന്റെ 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരിക്കൊടുത്ത് അത്ര അലരിയ നന്മ ചെയ്ത് കാണിച്ചൊരു സ്ത്രീയാണ് റിബേക്ക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൾ വചനം വായിച്ചത്, പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങുക ഇവളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ പറയട്ടെ, പ്രിയ യുവതി വാക്കന്മാരോടട്ടെ, നിങ്ങൾ റിബേക്കയെ പോലെ നല്ല സാമർഥ്യം ഉണ്ടായിരിക്കണം. നല്ല സാമർഥ്യമുണ്ട്. ഇന്നത്തെ തലമുറ റിബേക്കയെ പോലെയുള്ള ഈ സഹോദരി കണ്ടുപിടിക്കണം. ഇന്നത്തെ തലമുറ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പോലും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാതെ മൊബൈലിനെ ചുറ്റിപ്പറ്റി ഇരുന്ന് കളിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്തോത്രം, റിബേക്കയെ പോലെ അനുസരണ സ്വഭാവമുള്ള സാമർഥ്യമുള്ളവളായി തങ്ങളുടെ അരികിൽ കടന്നു വരുന്നവരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ അറിയുവാൻ പ്രാപ്തിയുള്ളവളായിരിക്കണം. ഞാൻ ആ ഭാഗത്ത് വായിച്ചു പഠിച്ചപ്പോൾ എലയാസർ തന്റെ യജമാനായ അബ്രഹാമിന്റെ പുത്രൻ പെണ്ണിനെ അന്വേഷിച്ച് പുറപ്പെട്ടപ്പോൾ 10 ഒട്ടകങ്ങളെയും കൂടെ കൊണ്ടുവന്നു. എലയാസർ ഒരു കിണറ്റിന്റെ കരയിൽ വന്നപ്പോൾ ആ ഒട്ടകങ്ങളെ നിർത്തി. ഒട്ടകങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും തന്റെ മേൽ ചുമടുകളെ വഹിക്കുമ്പോഴും മനോഹരമായി മുട്ടിന്മേൽ നിന്നു. ഈ ഒട്ടകത്തിന് ഒട്ടകത്തിന് പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഒട്ടകങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും തന്റെ മേൽ ചുമട് വഹിക്കുമ്പോഴും എല്ലാം മനോഹരമായത് മുട്ടിന്മേൽ നിൽക്കും. കാരണം കിടക്കാൻ നേരത്തും മുട്ടുമടക്കി, എഴുന്നേൽക്കുമ്പോഴും മുട്ടുമടക്കി, തന്റെ മേൽ ചുമടുകൾക്കും മുട്ടുമടക്കുന്ന ഒരു അനുഭവം ഈ ഒട്ടകങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങളെ തന്നെ താഴ്ത്തി, ഒട്ടകം തന്നെ താഴ്ത്തി സമർപ്പണം ചെയ്യുക. അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കുമ്പോഴും, അതിനാവശ്യമായ വെള്ളം കുടിക്കുമ്പോഴും അത് മുട്ടുമേൽ നിന്ന് കുരിഞ്ഞു വെള്ളം കുടിക്കുമായിരുന്നു ഒട്ടകങ്ങൾ. അപ്പൊ ഈ ഒട്ടകങ്ങൾക്കും വലിയ താഴ്മയാണുള്ളത്. ഒട്ടകം കിടക്കാൻ പോകുന്ന സമയത്ത്, എഴുന്നേൽക്കുന്ന സമയത്ത് അതിന്റെ മേൽ ചുവട് വെച്ച് കൊടുക്കുമ്പോൾ, അതിന് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ എല്ലാം ഈ ഒട്ടകം മുട്ടിന്മേൽ കുനിഞ്ഞു നിന്നാണ് വെള്ളം കുടിക്കുന്നത്. വലിയ താഴ്മയല്ലേ? അല്ലേ? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നാം നമ്മുടെ പിതാവിന്റെ സന്നിധി മുട്ടുകുത്തണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട്, നിങ്ങൾ എത്ര ഉന്നതന്മാരായിരുന്നാലും, എത്ര ശ്രേഷ്ഠന്മാരായിരുന്നാലും, എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, എത്ര വലിയ കുടുംബ മഹിമയുണ്ടായിരുന്നാലും, നിങ്ങൾ പാരമ്പര്യമൊക്കെ പറഞ്ഞു പൊങ്ങി നിൽക്കുന്ന ആളാണെങ്കിലും, കോടാനുകൂടി സ്വത്തിന്റെ ഉടമയായിരുന്നാലും, ഒരുപാട് നന്മകളും എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും ആഡംബര കാറുകളും വിദേശ യാത്രകളും വിദേശ വരുമാനങ്ങളും അക്കൗണ്ടുകളും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എല്ലാത്തിലും ശ്രേഷ്ഠനാണെങ്കിലും, പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പൊ ഈ ഒട്ടകങ്ങൾ പഠിക്കേണ്ട മനോഹരമായ ഒരു പാഠമാണ് നമുക്കത്. ഈ ഒട്ടകങ്ങളിൽ പഠിക്കേണ്ട ഒരു മനോഹരമായ പാഠമാണ്. അല്ലേ? ഈ ഒട്ടകങ്ങളെ എലയാസർ കൊണ്ട് നടക്കുമ്പോൾ, അതിനെ കിടത്തുമ്പോഴും
അത് എഴുന്നേൽപ്പിക്കുമ്പോഴും അതിനുമേൽ ചുവട് വെച്ചു കൊടുക്കുമ്പോഴും അതിന് വെള്ളം കോരി കൊടുക്കുമ്പോഴും ആ ഒട്ടകങ്ങൾ മുട്ടുകുത്തുന്നു. എലിയാസറിന് ഭയങ്കര സന്തോഷം. തന്റെ കൂടെയുള്ള ഒട്ടകങ്ങൾ ഇത്രമാത്രം മുട്ടുകുത്തി എഴുതേക്കുമ്പോൾ എലിയാസറിന് വളരെ സന്തോഷമാണ്. അല്ലേ? അപ്പൊ നമ്മുടെ ദൈവമായ നമ്മുടെ യജമാനെ കർത്താവിന്റെ മുമ്പിൽ എല്ലായ്പ്പോഴും നാം മുട്ടിന്മേൽ നിൽക്കുവാൻ പഠിക്കണം. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് യാചിക്കുവാൻ ഒരു താഴ്മയുടെ അനുഭവം വേണം. ഇന്നത്തെ തലമുറ ഇന്നത്തെ ജനത്തിൽ താഴ്മയില്ലാതെ അഹങ്കരിച്ച് നിഗളിച്ച് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ തന്നിഷ്ടപ്രകാരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലേരിയ നിങ്ങളെല്ലാവരും ഈ ഒട്ടകം മുട്ടുകുത്തി കിടക്ക് എഴുതേക്കുകയും അത് ചുമട് ആമി വഹിക്കുകയും മാത്രമല്ല വെള്ളം കുടിക്കുമ്പോഴും മുട്ടുകുത്തുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദൈവമായ കർത്താവിൽ മുട്ടുകുത്തി അവനെ സ്തുതിപ്പാൻ കഴിയണം. ഒരു താഴ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലേലിയ, സ്തോത്രം. അപ്പൊ ഇവിടെ അല്ലേലിയ മുട്ടുകുത്തുക എന്ന് പറയുന്നത് നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു അടയാളമാണ്. അല്ലേലിയ, ഒട്ടകം എലിയാസറിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ ഒട്ടകം ഏതെങ്കിലും സ്ഥലത്ത് മുട്ടുകുത്തുന്നത് അത് താഴ്മയുടെ അനുഭവമാണ്. അല്ലേ എന്ന് പറഞ്ഞില്ല, നമ്മൾ താഴ്മയുടെ അനുഭവം. നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് ഉത്തരം ഇടുന്നത്. നമ്മളെ തന്നെ താഴ്ത്തി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും. പ്രൈസലോ. ഇന്ന് പകൽ മാനസികമായി തകർന്ന് ശാരീരികമായി തകർന്ന് വിവിധ രോഗബന്ധനങ്ങളുടെ ശാപത്തിന്റെ കെട്ടിലൂടെ ആമൻ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ നീ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയും. അല്ലേലിയ, എന്നെ കേൾക്കുന്ന സഹോദരൻ പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വമാണോ, കണ്ണുനീരാണോ, ഇരുളിന്റെ അനുഭവമാണോ, വൈശാചിക ശക്തികൾ നിന്റെ കുടുംബത്തെ അടക്കി വാഴുകയാണോ, അല്ലേലിയ ഉയരുവാൻ കഴിയാതെ വിവിധ തലങ്ങളിൽ നീ തകർന്ന അനുഭവമാണോ, നിന്റെ ഭർത്താവ് മദ്യപാനിയാണോ, നിന്റെ ഭാര്യ മദ്യപാനിയാണോ, നിന്റെ മക്കൾ നിന്റെ ഭർത്താവ് ലഹരിക്ക് അടിമയാണോ, ജീവിതം തകർന്ന അനുഭവമാണോ, കുടുംബജീവിതം ചിന്ന ഭിന്നമായ അനുഭവമാണെങ്കിൽ, ജീവിതത്തിൽ മുന്നേറുമ്പോൾ കടക്കണിയാൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ഏത് സാഹചര്യമാകട്ടെ, ഒരു ജോലിയില്ലാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ജീവിതത്തിൽ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലേലിയ നീ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിന് നിന്നെ തന്നെ താഴ്ത്തുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. അല്ലേലിയ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അത് നമ്മെ തന്നെ താഴ്ത്തുവാൻ കഴിയണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാൻ കാരണമായി തീർന്നത്. 1 പത്രോസിന്റെ ലേഖനം 5-ാം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് കീഴിൽ താണിരിപ്പിൻ. അല്ലേരി, അപ്പൊ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ, നിന്റെ ദുഃഖത്തിന്റെ നടുവിൽ, അതിന്റെ പരീക്ഷകളുടെ നടുവിൽ നിന്ന്, നീ കടന്നു പോകുന്ന ശോധനകൾ കടക്കണിയുടെ നടുവിൽ നിന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അല്ലേരിയ, അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടത് അവന്റെ ബലമുള്ള കൈക്കീഴിൽ, യേശുവിന്റെ കൈക്കീഴിൽ താണിരുന്ന് കൊടുക്കുന്നെങ്കിൽ, അല്ലേരിയ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. അല്ലേരിയ, വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് കാണുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന്. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. അല്ലേരിയ, ജീവിതം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ, ഈ ഒട്ടകം നമുക്കൊരു മാതൃകയാണെങ്കിൽ, ഒട്ടകത്തിലൂടെ നമ്മൾ പഠിക്കുന്ന സത്യം അല്ലേരിയ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളെ സകല ചിന്താകുലം അവന്റെ മേലിട്ടുകൊള്ളി എന്ന പത്രോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അബ്രഹാം എലിയാസറിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് ആ സത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് എലിയാസർ യാത്ര പുറപ്പെട്ടെങ്കിലും അല്ലേലിയ എലിയാസർ ദൈവസന്നിധിയിൽ തന്റെ ഭാരങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു വെച്ചു. അല്ലേലിയ, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൂടെ എലിയാസറും ദൈവത്തിൽ ഏൽപ്പിച്ചിട്ട് എലിയാസറും ദൈവത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അല്ലേലിയ, അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താകുലവും തന്റെ യജമാനായിരിക്കുന്ന അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാര്യയെ ദൈവം കരുതിക്കൊള്ളൂ എന്നുള്ള ദൃഢ വിശ്വാസം എലിയാസറിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് എലിയാസറും പറഞ്ഞു കാണും, ഈ വചനം വന്ന് എഴുതിയില്ലെങ്കിൽ എലിയാസറും പറഞ്ഞു കാണും, എൻ്റെ മകനായിരിക്കും ഇസഹാക്കിന് വേണ്ടി ദൈവം നല്ല ഭാര്യയെ കരുതും. എൻ്റെ യജമാനനായിരിക്കുന്ന അബ്രഹാമിന്റെ വാക്കുകൾ ഒരിക്കലും അല്ലെങ്കിൽ വ്യർത്ഥമല്ല, അതിന് ദൈവം മറുപടി തരുമെന്നൊക്കെ എലിയാസറിന്റെ വിശ്വാസം. താഴ്മയാണ് ഇവിടെ എല്ലാം. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഇന്ന് താഴ്മ ധരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ദൂത് പറയുക. അല്ലേ? ദൈവാത്മാവ് ശക്തമായി ദൂത് പറയുമ്പോൾ നിങ്ങൾ നിഗളിച്ചു നിൽക്കാതെ താഴുവാൻ കഴിയണം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം എന്ത് ചെയ്യും? അവൻ താഴ്ന്നു പോകും. നിങ്ങളെ ദൈവം ഉയർത്താൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നിങ്ങളെ ഉയർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനോഹരമായി അനുഭവിക്കാൻ കഴിയുള്ളൂ. ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവനെ പിന്നെ പരാജയപ്പെടുത്തുവാൻ ഉലക ശക്തികൾക്ക് കഴിയുകയില്ല. അല്ലേ? ദൈവം ഒരുവനെ ഉയർത്തുമ്പോൾ അത് ലോകം പോലും ഭ്രമിച്ചു പോകുന്ന, ലോകം പോലും അമ്പരപ്പെട്ടു പോകുന്ന, ലോകം പോലും ആശ്ചര്യപ്പെടുന്ന വിധത്തിലാണ് ദൈവം ഒരുത്തിനെ ഉയർത്തുന്നത്. കഴിഞ്ഞ കാല പെന്തക്കോസ്ത് ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം വായിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം ദൈവത്തിന് തന്നെ താഴ്ത്തി കൊടുത്തിട്ടുണ്ടോ, അല്ലേ? അവരെ ദൈവം മാനിച്ചിട്ടുണ്ട്, കുടുംബത്തെ മാനിച്ചിട്ടുണ്ട്, തലമുറയെ ദൈവം മാനിച്ചിട്ടുണ്ട്. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആമേ, സുവിശേഷത്തിന് മുമ്പ് നീ നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കണം. സുവിശേഷത്തിന് മുമ്പിൽ, യേശുക്രിസ്തുവിന് മുമ്പിൽ നീ നിന്നെ തന്നെ താഴ്ത്തുമെന്ന് തലയൊന്ന് താഴ്ത്തുമ്പോൾ, അല്ലേലൂയ, നീ താഴ്മ ധരിക്കുമ്പോൾ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. അല്ലേലൂയ. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വെളിപ്പെടുത്തി തരും. സദൃശവാക്യം 25-ാം അധ്യായം 11-ാം വാക്യം വായിച്ചെന്ന് കാണാൻ കഴിയും. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞതുപോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അതുകൊണ്ട് മാനസികമായി തകർന്ന് കണ്ണുനീരിന്റെ നടിയുടെ ഹൃദയത്തിൽ തേങ്ങലോടുകൂടി വേദനയോടെ ദുഃഖത്തോടെ കടന്നു പോവുകയാണോ? അതിന് നടിയുടെ പരിശുദ്ധന്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നത്, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ ദൈവശക്തനാ. ചെങ്കടല് പോലെയുള്ള വിഷയം നിനക്ക് മുമ്പിലുണ്ടായിരുന്നാലും, യോർദാൻ കലങ്ങി മറിഞ്ഞു വരുന്നതുപോലെ നിന്റെ മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നാലും, ഇനിയും അതിനുപോലെ വലിയ മതിൽക്കെട്ടുകൾ നിന്റെ മുമ്പിൽ നിന്നാലും, അവയെല്ലാം നിർജീവമാക്കി നിർവീര്യമാക്കി നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത്, നിന്നെ ഉയർത്തേണ്ട സ്ഥാനത്ത്, നിന്നെ മാനിക്കേണ്ട സ്ഥാനത്ത് മാനിക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. നീ നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവ് പിതാവേ, ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. അല്ലേലിയ. ഈ എലിയാസർ പറഞ്ഞ കേട്ട ഉടനെ ഈ റിബേക്കയുടെ താഴ്മ നമ്മളൊന്ന് കാണണം. അവൾ ഭയങ്കര താഴ്മയുള്ളവളാ. ആമി സ്തോത്രം. എലിയാസറിനും അവന്റെ 10 ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുക്കുവാൻ അവൾ തയ്യാറായെങ്കിൽ അവൾ എത്രമാത്രം താഴ്മയുള്ളവളാ. മാത്രമല്ല, അവൾ കോരിക്കൊണ്ട് കൊടുത്ത വെള്ളം മുട്ടുകുത്തി നിന്ന് കുടിക്കുമ്പോൾ അലരി ആ ഒട്ടകങ്ങൾക്ക് എത്ര വലിയ താഴ്മയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നമ്മൾ താഴ്മ ധരിക്കണം. നമ്മൾ താഴ്മ ധരിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ആമി സ്തോത്രം. നിഗളികളോടെ ഹോമ എതിർത്ത് നിൽക്കുന്നുവെന്ന, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന് നമ്മൾ സ്തോത്രമല്ലയ്യ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. അല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നീ എപ്പോൾ നിന്നെ ഒന്ന് താഴ്ത്തുവാൻ തയ്യാറാകുന്നോ, എപ്പോൾ നീ ദൈവത്തിന് നിന്നെ താഴ്ത്തി കൊടുക്കുന്നോ, നിന്റെ ഹുങ്കാര പ്രഭാവം, നിന്റെ ഹുങ്കാര അനുഭവങ്ങളെ, നിന്റെ സ്വയത്വത്തെ, നിന്റെ നിഗളത്തെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഏതുമില്ല കർത്താവേ എന്ന് പറഞ്ഞൊന്ന് താഴ്ത്തുവാൻ നീ തയ്യാറാകുമ്പോൾ, അല്ലേലൂയ, ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. രക്തം ചെയ്യും. ദൈവം നിന്നെ മാനിക്കുവാൻ തുടങ്ങും. നിന്റെ പ്രതിസന്ധികളെ മുഴുവൻ നീക്കിത്തരുവ ശക്തനായ ദൈവമാണ് ആമേ കർത്താവായ യേശു ക്രിസ്തു. അല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിലെ സകല പ്രശ്നങ്ങൾ, നിന്റെ തലമുറയുടെ സകല പ്രശ്നങ്ങളും, നീ കടന്നു പോകുന്ന നീറുന്ന വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും അത് നന്നായിട്ട് അറിയുന്നവൻ യേശുവാ. അല്ലേലൂയ. നിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് അവൻ അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവില് യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും.
വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചില ഞെരുക്കത്തിലൂടെ, ചില കണ്ണുനീരിലൂടെ, ചില ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. ഭാരത്തോടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ദൈവം ചില വഴികളെ തുറക്കാൻ പോകുക. ചെങ്കടലിൽ പുതുവഴി ഒരുക്കി കൊടുക്കുക. ചെങ്കടലിൽ പെരുവഴി ഒരുക്കി ഇസ്രായേലിന് ഒരു പോറൽ പോലും വെക്കാതെ മറുകര എത്തിക്കുവാൻ കഴിഞ്ഞൊരു ദൈവമുണ്ട്. 40 വർഷം മരുഭൂമിയിൽ മന്ന കൊടുത്ത്, കടപ്പക്ഷി കൊടുത്ത്, വെള്ളം കൊടുത്ത് ഇസ്രായേലിനെ വാഗ്ദത്ത കനാനിന്റെ അരികിലേക്ക് എത്തിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതേ സഹോദര സഹോദരി, നിന്റെ സകല പ്രശ്നങ്ങൾക്കും യേശു മറുപടി നൽകാൻ പോവുകയാണ്. ഞാൻ ഈ ദൈവത്തിനെ പ്രസംഗിക്കുമ്പോൾ അനവധി അനുഭവങ്ങളിലൂടെയാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പക്ഷേ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലേ? എങ്കിലും ഞാൻ തകർന്നു പോകാതെ, പതറിപ്പോകാതെ ഞാൻ നിൽക്കുന്നതിന് കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനെ നിവർത്തിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 5-24 വാക്യം രേഖപ്പെടുത്തുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനെ നിവർത്തിക്കും. ഞാൻ മനസ്സിലാക്കി, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞാലും, ലോകം മുഴുവൻ എന്നെ മാറ്റി നിർത്തിയാലും, അവരെനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ലെന്നൊക്കെ പറഞ്ഞെന്നെ ഒതുക്കിക്കളഞ്ഞാലും, ലോകം മുഴുവൻ എനിക്ക് എഴുന്നേറ്റാലും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ നേരിടാറുണ്ട്. ഒരുപാട് നല്ല നിന്ദകൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ ഞാൻ തളരാതെ നിൽക്കുക. എന്നെ ആരും നിന്ദിച്ചാലും പരിഹസിച്ചാലും, ആരെല്ലാം എന്തെല്ലാം ദോഷം പറഞ്ഞുകൊണ്ട് വന്നാലും അവർക്കെതിരെ ശബ്ദിക്കാതെ, അവർക്കെതിരെ തിരിച്ചു മറുപടി പറയാതെ നിൽക്കുവാൻ എന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേലേ, അതേപോലെ നമ്മളൊക്കെ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. സുഖലോലമായ ജീവിതവും നയിക്കാൻ ക്രിസ്തീയ അനുഭവത്തിലില്ല. വിശുദ്ധ വേദപുസ്തകം എടുക്കുന്ന വ്യക്തി, സത്യവേദ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ ഏറെ കടന്നു വരാം. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധികളിലൂടെ മാത്രമേ യേശുവിനെ നമുക്ക് അനുഗമിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പോലും നമ്മോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ. ക്രിസ്ത്യ ജീവിതം ഹല്ലേലൂയ കഷ്ടപ്പാടുകൾ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം കഷ്ടപ്പാടുകൾ നിറയപ്പെട്ടതാണ്. കഷ്ടപ്പാടുകൾ അനുഭവത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യതെങ്കിൽ മാത്രമേ നമുക്ക് നിത്യമായി സ്വർഗത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇപ്പോൾ അനുഗ്രഹം വേണം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, കാമേലി കട്ടമറിഞ്ഞാൽ കാണുന്ന പടമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ജീവിതങ്ങളോട് ദൈവത്തിന് ആത്മാവ് പറയുക. നീ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം കൂടി, അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, നിന്റെ നിത്യത നഷ്ടമാണ്. നിത്യജീവനെ പ്രാപിക്കാത്തവൻ, നിത്യജീവൻ എന്തെന്നറിയാത്തവൻ, സുവിശേഷം എന്തെന്നറിയാത്തവൻ, യേശു എന്തെന്നറിയാത്തവൻ, ദൈവിക അനുഗ്രഹം എന്തെന്നറിയാത്തവൻ, ക്രിസ്തു ജീവിതം എന്തെന്നറിയാത്തവൻ, നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നതിന്റെ ജീവിതം എത്ര പരാജയമാണ്. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്നവർ പറയട്ടെ, നീ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ തക്ക സമയത്ത് അവൻ ഉയർത്തും. പ്രൈസലോ. ഹല്ലേലൂയ. അത് നമ്മൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം തക്ക സമയത്ത് ഉയർത്തലിന് ഒരു ബലമുള്ള കൈക്കെഴുത്താണ് ഇരിപ്പിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു, ഒരു കുടുംബം അല്ലെങ്കിൽ കല്യാണത്തിനായി തയ്യാറെടുക്കുക, വീട്ടിലെ അല്ലെങ്കിൽ കല്യാണത്തിനായി തയ്യാറെടുക്കുക, ഒരു നല്ല പെണ്ണിനെ നോക്കി ഇറങ്ങിയ ഒരു കുടുംബം അല്ലേ. അപ്പം പല ബ്രോക്കർമാരോട് പറഞ്ഞു, പലരോടും പറഞ്ഞു, എന്റെ മകന് നല്ലൊരു പെണ്ണിനെ വേണം. നല്ലൊരു അങ്ങനെ ആദ്യമായി അവര് അല്ലുയ വളരെ പഠിച്ചതും നല്ല സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടു. നിറയെ ആഭരണം, അല്ലുയ നിറയെ പണം, ഇവയെക്കുറിച്ചെല്ലാം സംസാരിച്ചു. എന്നാൽ അവർക്ക് അല്ലുയ ഒരു സമാധാനമില്ലായിരുന്നു. അപ്പോൾ തന്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ എടുക്കണമെന്ന് പറഞ്ഞ് അവർ പെണ്ണന്വേഷിച്ചിറങ്ങി ആദ്യ പെണ്ണിനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭവനത്തിൽ നല്ല സന്തോഷം, ഭവനത്തിൽ നല്ല അനുഭവങ്ങൾ, അല്ലേറിയ സോദരൻ, ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ സ്വർണങ്ങൾ എല്ലാം ഉണ്ട്, വളരെയുണ്ട്, അല്ലേറിയ. പക്ഷെ ആ കുടുംബത്തിനകത്ത് സമാധാനമില്ല. എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ഇട്ടുമൂടാൻ സ്വർണ്ണങ്ങളുണ്ടെങ്കിലും പൊന്നുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ആ കുട്ടിയുടെ വീട്ടിൽ സമാധാനമില്ല. എന്തുകൊണ്ടോ അത് കലക്കം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു. അവരുടെ മനസ്സിൽ അത് വെളിപ്പെട്ടു. അതിനുശേഷം അവർ മറ്റൊരു പെണ്ണ് കാണാൻ പോയി.
അപ്പൊ ആദ്യത്തെ കുടുംബത്തിൽ പെണ്ണ് കണ്ട അവർക്ക് സമാധാനമില്ല, എല്ലാം കൊണ്ട് സമാധാനമില്ല. പക്ഷെ അവർ ആ വിവാഹം പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ പെണ്ണിനെ കാണുവാൻ വേണ്ടിയിട്ട് അവർ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലേലൂയ, അവൾ തന്റെ ചെറിയ കാലം തൊട്ട് കാത്ത മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ, പെണ്ണ് കാണാൻ ചെന്നപ്പോൾ, ആ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ആ കാണാൻ ചെന്ന പെണ്ണ് തന്റെ ചെറുപ്രായം തൊട്ട് ദിവസവും മുട്ടുകുത്തി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അല്ലേ? അപ്പം ചെറുക്കന്റെ അപ്പനും ചെറുക്കന്റെ ആൾക്കാരും ചോദിച്ചു, ആൺവീട്ടുകാർ ചോദിച്ചു, അവളെ കാണുന്നതിന് വേണ്ടി ധൃതി പിടിച്ചപ്പോൾ മാതാപിതാക്കളോട് ചോദിച്ചു, എവിടെയാണ് കുട്ടി? ഞങ്ങൾക്ക് കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. ഉടനെ പെണ്ണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു, അവൾ ദിവസവും 1 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, അവർ ദൈവത്തോട് അടുക്കുന്ന സമയമുണ്ട്, ദൈവത്തോട് അവൾ സംസാരിക്കുന്ന സമയമുണ്ട്. അല്ലേലൂയ. അങ്ങനെ ആ 1 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഞങ്ങൾ അവളെ വിളിക്കാറില്ല, അവളെ ശല്യം ചെയ്യാറില്ല. അവൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൾ ഇറങ്ങി വരും, അവൾ സ്വയമേ എഴുന്നേറ്റ് വരും എന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് പെണ്ണിന്റെ വീട്ടുകാർ പറയുകയാണ്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടുകാർ, നിങ്ങൾക്ക് അല്പം ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കെ, അവൾ കുറച്ചു കഴിയും വരുമെന്ന് പറഞ്ഞു. ചെറുക്കന്റെ വീട്ടുകാർ ക്ഷമയോടെ അവിടെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം അല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ പെൺകുട്ടി വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വളരെ ശോഭ നിറഞ്ഞിരിക്കുന്നു. അവളുടെ മുഖത്ത് വളരെ ശോഭയേറിയ ഒരു അനുഭവം. അപ്പം ചെറുക്കന്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞപ്പോൾ മുമ്പ് കണ്ട പെണ്ണിന്റെ ജീവിതത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്, ഇവൾക്ക് നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, വളരെ ദൈവ സാന്നിധ്യമുള്ള അനുഭവിക്കുന്നു. അവൾ ദൈവത്തെ അറിയപ്പെട്ടവളാണ്, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവളാണ്, അവൾ താഴ്മയുള്ളവളാണ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവളാണെന്ന് ചെറുക്കന്റെ വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. കേട്ടോ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കളെ നീ മുട്ടുകുത്തി ദൈവത്തിനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിൽ വളർത്തിയെടുക്കണം. എന്റെ ഏരിയ സ്വതം മുട്ടുകുത്തി പ്രാർത്ഥിക്കും. നിന്റെ മക്കളെ നീ പഠിപ്പിച്ചാലുള്ള ദൈവത്തിനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വ്യർത്ഥമായി തീരത്തില് നഷ്ടപ്പെട്ടു പോകത്തില്ല. അങ്ങനെ പെൺകുട്ടിയുടെ മുഖത്തെ ദൈവിക സാന്നിധ്യം, ദൈവിക ശോഭ അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരെ വളരെ ആകർഷിച്ചു. ലേലിയ സ്തോത്രം. അവർ പറഞ്ഞു, ഇനി എന്തിനാണ് താമസിക്കുന്നത്? ഞങ്ങൾക്ക് വെളിനെ ഇഷ്ടപ്പെട്ടു. ആമേൻ. രണ്ടുപേരും കൂടെ, 2 വീട്ടുകാരെ കൂടി അവർ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു, കാര്യാദികളെ കുറിച്ച് സംസാരിച്ചു. വളരെ സമാധാനപരമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമാകട്ടോ. എന്ന് പറഞ്ഞാൽ റെബേക്കയുടെ ജീവിതത്തിലെ താഴ്മ. റബേക്കയോട് എലിയാസർ ഇച്ചിരി ഒരു കുടം വെള്ളം തരാൻ പറഞ്ഞപ്പോൾ അവൾ കോരിയ വെള്ളം കൊണ്ട് പെട്ടെന്ന് എലിയാസർ കൊടുത്തു. എലിയാസർ കുടിച്ച് കുടം കൊടുത്തവണ്ണെ അവൾ പറഞ്ഞു, നിന്റെ ഒട്ടകമെല്ലാം ഞാൻ വെള്ളം കോരി തരാമെന്ന്. ഒരൊട്ടകം ഞാൻ ആദ്യം പറഞ്ഞു 10 കുടം വെള്ളം വെച്ച് കുടിക്കും, 10 ഒട്ടകം 100 കുടം വെള്ളം. അവൾ 100 പ്രാവശ്യം കിണറ്റിലേക്ക് കീറുക. ആ വെള്ളം കൊണ്ടുവന്ന് ഒട്ടകങ്ങൾക്ക് കൊടുക്കുക. ഒട്ടകം മുട്ടുകുത്തി വെള്ളം കുടിക്കുക. എനിക്ക് പരസ്പര താഴ്മ എത്ര വലുതാ! അത് നിനക്ക് താഴ്മയുള്ളിടത്താ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ എവിടെ താഴുവാൻ തയ്യാറാകുന്നു അവിടെ ദൈവം നിന്നെ മാനിക്കും. കേട്ടോ, ചിത്തം ചെയ്യും. ഫ്രൈസലോ. അവസാനം പ്രാർത്ഥന കഴിഞ്ഞ് അവൾ വെളിയിലേക്ക് വന്നപ്പോൾ അവളുടെ മുഖമെല്ലാം ദൈവിക സാന്നിധ്യത്താൽ പ്രകാശിച്ചിരുന്നു. പരിശുദ്ധാത്മാവും വല്ലുരിയ സ്തോത്രം ആൺവീട്ടുകാരോട് നദിയെ ഇടപെട്ടു. അവളുടെ മേൽ വലിയ ദൈവ സാന്നിധ്യം, ദൈവിക തേജസ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് സ്തോത്രം ആൺവീട്ടുകാരോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത്ര ഗുണശാലിയായ സ്ത്രീ, ഇത്ര സാമർത്ഥ്യമുള്ള സ്ത്രീ, മുട്ടുകുത്തി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന സ്ത്രീ, അവൾ താഴ്മയുള്ളവളാണ്, അവൾ വിനയമുള്ളവളാണ്, അവൾ ദൈവിക തേജസ്സം നിറയപ്പെട്ടവളാണെന്ന് സ്തോത്രം പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവളുടെ വില മുത്തുകളെക്കാൾ ഉയർന്നിരിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളുടെ വില മുത്തുകളെക്കാളും ഉയർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സദൃശ്യവാക്യമൊക്കെ വാക്യം കാണുന്നത്. സദൃശ്യവാക്യം 31-ാം അധ്യായം എന്റെ 10-ാം വാക്യം വായിക്കും കാണുന്നത്, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഉയരും. ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലേറും. ഇന്നത്തെ നമ്മുടെ ഭാര്യമാർക്ക്, ഇന്നത്തെ നമ്മുടെ സഹോദരിമാർക്ക് ഭയങ്കര സാമർത്ഥ്യമാണ്. അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കാൻ, അമ്മായിയമ്മയ്ക്ക് മരുമോട് വഴക്കുണ്ടാക്കാൻ, കുടുംബത്തെ കലമുണ്ടാക്കാൻ, നാത്തുപോരുണ്ടാക്കാൻ, അയൽവാസികളുടെ ശത്രുത ഉണ്ടാക്കാൻ, സഭയ്ക്കകത്ത് ഭിന്നതയുണ്ടാക്കാൻ, കലക്കാൻ ഭയങ്കര സാമർത്ഥ്യം നമ്മുടെ സഹോദരിമാർക്ക്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൾ, ദൈവത്തെ സ്തുതിക്കുന്നവൾ, ദൈവത്തെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവൾ, അവൾ വളരെ വിനയമുള്ളവളായിരിക്കും. അവളുടെ മേൽ വലിയ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും?
നിങ്ങൾ സദൃശവാക്യം 31 10 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിച്ചു. നല്ല ഭാര്യയുടെ ഗുണസവിശേഷതകളെ മുഴുവൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭാര്യയുടെ ഗുണസവിശേഷതകൾ മുഴുവൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അവസാന അധ്യായത്തിലെ രണ്ടായി തിരിക്കാവുന്നതാണ്. ആദ്യ ഭാഗത്ത് ലെബുവേലിന്റെ അമ്മ അവനെ ഉപദേശിച്ച്, രണ്ടാമത്തെ ഭാഗത്ത് സാമർത്ഥ്യ ഭാര്യ എങ്ങനെയുള്ളവളെന്ന് ലെബുവേലിന്റെ വചനങ്ങളുമാണ് ഇതിലെ വർണ്ണ സുന്ദരവും സാർവലൗകിക പ്രശസ്തവുമാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്ന് പറയാൻ മാതൃത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ഭാര്യത്വത്തിന്റെയും തിളക്കമാർന്ന സ്വഭാവ ഗുണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. മാതൃത്വത്തിന്റെ, അല്ലേറിയ സ്ത്രീത്വത്തിന്റെ, ഭാര്യത്വത്തിന്റെ സ്വഭാവ ഗുണ സവിശേഷതകൾ നിറയപ്പെട്ട് നിൽക്കുന്ന ഒരു നല്ല അനുഭവത്തെ ആ ഒരു സ്ത്രീയിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് സ്തോത്രം. ഹല്ലേലൂയ. ആമി തിളക്കമാർന്ന ഗുണങ്ങളോടുകൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തിളക്കമാർന്ന ഗുണങ്ങളെ നിൽക്കുമ്പോൾ ഭർത്താവ് കുഞ്ഞുങ്ങൾ ഒരുപോലെ ശ്ലാഘിക്കുന്ന ഒരു നല്ല ജീവിതത്തിനുടമയായി മാറും. ഹല്ലേലൂയ. ഒരു നല്ല ജീവിതത്തിനുടമയായി മാറണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവളെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണെന്ന്, ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ബന്ധം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ യുവതികൾക്കും യുവാക്കന്മാർക്കും പിന്നെ ബന്ധങ്ങളാണ്, പ്രേമമാണ്. ഇപ്പങ്ങളിൽ എത്ര പ്രേമമാണ് പ്രേമനിരാശയിലൂടെ ആത്മഹത്യയിലേക്ക് പോയത്, കുലപാതകത്തിലേക്ക് പോയത്. പ്രേമനിരാശ മുഖാന്തരം ബ്ലേഡ് കൊണ്ട് കൈ മുറിക്കുന്നു, കഴുത്തിന്റെ ഞരമ്പ് മുറിക്കുന്നു, പ്രേമനിരാശ കൊണ്ട് വിഷം കുടിക്കുന്നു, പ്രേമനിരാശ കൊണ്ട് ഡിപ്രഷൻ എന്നോട് മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവസാനം മാതാപിതാക്കൾ അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇറങ്ങി ഓടിക്കഴിയുമ്പോൾ മാതാപിതാക്കൾ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കെട്ടിച്ചു കൊടുക്കും. ഹല്ലേലൂയ. എന്ന് പറയുന്ന മക്കൾ വിളിച്ചുകൊണ്ട് വരിക. പണ്ട് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അങ്ങനല്ല. അബ്രഹാം കനാന്യ ജാതികളിൽ നിന്ന് കനാന്യരുടെ കന്യകമാരെ എന്റെ മകന് ഭാര്യയായിട്ടെടുക്കാതെ നീ എന്റെ ചാർച്ചക്കാരുടെ അരികിലേക്ക് ചെന്നിട്ട്, എലയാസറെ, എന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് നീ ഭാര്യയെ കണ്ടെത്തണം. അങ്ങനെ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുന്ന ചുമതല മുഴുവൻ എലയാസറെ ഏൽപ്പിച്ചു. എലയാസറോട് പറഞ്ഞ പ്രകാരം എലയാസർ കടന്നുപോയി തന്റെ ഈ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുക. ദൈവഹിതമായിരിക്കണം. ദൈവഹിതമാണെങ്കിൽ ആ കുടുംബ സമാധാനമായിരിക്കും. അല്ലെങ്കിൽ ദൈവഹിതമാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷമായിരിക്കും. എവിടുന്നെങ്കിലും വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, സന്തോഷമില്ല, സമാധാനമില്ല. ഈ മൊബൈലും തോണ്ടിക്കൊണ്ട് അപ്പൻ പറഞ്ഞാലും അമ്മായിപ്പം പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അനുസരിക്കാത്ത പോകുന്ന കുടുംബത്തിനകത്താണ് ചിന്ന ഭിന്നമായി അങ്ങനെയുള്ള കുടുംബങ്ങളാണ് ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തി അങ്ങനെയുള്ള ആ വിഷയമാണ് കേസിൽ കിടക്കുന്നത്. പിന്നെ ഭാര്യയുടെ വീട്ടിൽ കൂടുക. അല്ലേറിയ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി? ദൈവത്തിനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, ഒരു ദൈവിക സമാധാനം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ എവിടെ ചെന്നാലും അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട്, ദൈവഭയം നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ട്, ദൈവമുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നത്തെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പാൻമസാലകൾക്കും ലഹരികൾക്കും സകല കൂത്തുകാഴ്ചകൾക്കും സകല ജടികമായ രീതികൾക്കും വേണ്ടി ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അനുഭവത്തിൽ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും രാവിലെ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയിട്ട് അവർ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്ന് ബാഗിനകത്ത് മറ്റു വസ്ത്രം കൂടെ കൊണ്ടുപോയി വഴിയിൽ വെച്ച് വസ്ത്രം മാറി പിന്നെ പല ഉദ്യാനങ്ങളും പാർക്കുകളും കടലോരത്തും ഒക്കെ പോയി ചുറ്റിക്കറങ്ങി നടന്ന കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ വിടുന്ന സമയത്ത് വീട്ടിലേക്ക് ചെല്ലുന്ന എത്രയോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള എത്രയോ കുട്ടികളാണ് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ പാടി നശിക്കും. എന്നെ കേൾക്കുന്ന മാതാവ് ദൈവത്തിന് കീഴടങ്ങും. ഒട്ടകം എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ചുവടെടുക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാം മുട്ടുകുത്തുന്ന ഒരു താഴ്മ. അതെ, അതിൽ നിന്ന് പഠിക്കുവാൻ ഒരു പാഠമാണ്. നാം എവിടെയും മുട്ടുകുത്തണം, താഴ്മ ധരിക്കണം. താഴ്മയുള്ളിടത്ത് മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. താഴ്മയുള്ളിടത്ത് മാത്രമേ ദൈവസ്നേഹം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതിവാക്കുമാരോട് പറയട്ടെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇസഹാക്ക് തന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ ബഹുമാനിച്ച് ആദരിച്ച് അബ്രഹാമിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടിരുന്നത് പോലെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ താഴ്മയുണ്ടായിരുന്ന പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മാതാപിതാക്കളെ നീ അനുസരിച്ച് താഴ്മയോടെ ജീവിക്കണം. അവർ നിനക്ക് വിവാഹ
വിവാഹപ്രായമായി എത്തിക്കഴിയും അവർ നിനക്ക് പെണ്ണാലോചിക്കും, നിനക്ക് ചെറുക്കനെ ആലോചിക്കും. അങ്ങനെ മാതാപിതാക്കൾ ഇഷ്ടപ്രകാരം നീ നിന്റെ ജീവിതത്തിലേക്ക് തക്കതായ തുണയെ നീ ചേർക്കുകയാണെങ്കിൽ അത് സാമർഥ്യമുള്ള ഭാര്യയായിരിക്കും. അവൾക്ക് വളരെ വിശേഷ സ്വഭാവ ഗുണങ്ങളുണ്ടായിരിക്കും. അവൾക്ക് നല്ല മാതൃത്വം, സ്ത്രീത്വം, നല്ല ഭാര്യത്വം ഉണ്ടായിരിക്കും. അങ്ങനെ ഗുണവിശേഷമായ സവിശേഷതകളോടുകൂടി നിന്റെ കുടുംബത്തിൽ സമാധാനമുള്ള ജീവിതം നയിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ കുടുംബം കട്ട പോകെ ചിന്ന ഭിന്നമായി മാറും. അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊക്കെ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും ഒരുപാട് പ്രാർത്ഥന വിഷയം വരുന്നേ. എല്ലാ കുടുംബ വിഷയങ്ങളാ, എല്ലാ കുടുംബ പ്രശ്നങ്ങളാ, എല്ലാ സമാധാനമില്ലാത്ത വിഷയങ്ങളാ. ഭാര്യ ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, ആമെ എന്ത് വേണ്ട എല്ലാ പ്രശ്നങ്ങളാ. ഭർത്താവിനെ വേണ്ടാത്ത ജീവിതം, ഭാര്യയെ വേണ്ടാത്ത ജീവിതം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പുറത്തുള്ള ജീവിതം, അങ്ങനെ വിവിധ നിലകളിൽ തകർന്നു കിടക്കുന്ന അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവ് നീ താഴ്മ ധരിക്കുക. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് നിങ്ങൾ താഴ്മ ധരിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവ ഇഷ്ടം നിന്റെ മേൽ നിറവേറാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകട്ടെ. അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞത്, നിങ്ങൾ ഈ സദൃശവാക്യം 31 അധ്യായം അല്ലെങ്കിൽ 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. 10, 31, 21 വാക്യങ്ങൾ വായിക്കണം. നല്ല സ്ത്രീയുടെ ഗുണസവിശേഷങ്ങളെ കാണാൻ കഴിയും അവിടെ. അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന, വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച, വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന സകല സൂര്യന്മാരും അല്ലെങ്കിൽ സദൃശവാക്യം 31 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾക്കറിയില്ല, ആരോടും ചോദിക്കണം, അതിന്റെ പൊരുളുകൾ തിരിച്ചു തരുവാൻ ചോദിക്കണം. അവരതിന്റെ പൊരുളുകൾ തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അല്ലേ? സ്തോത്രം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേ? അപ്പൊ ഇവൾ പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങുന്ന വളരെ താഴ്മയുള്ള, വളരെ അമ്മയുടെ വിധേയത്വമുള്ള, ദൈവഭയമുള്ള, ബഹുമാനമുള്ള, അനുസരണമുള്ള നല്ലൊരു റിബേക്ക. സഖാക്കിന്റെ ജീവിതത്തിലേക്ക്, അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവൾ താഴ്മയുള്ളവളായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി സമയം പരസ്പരം നിങ്ങൾ താഴുവാൻ കഴിയണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അല്ലിയ ആമി സ്തോത്രം. അല്ലിയ. അതുകൊണ്ടാണ് സദൃശ്യം 32 പറഞ്ഞത്, അല്ലിയ സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്നാണ്. അല്ലേലിയ. അവളുടെ വില മുത്തുകളിൽ വേറും. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും വീണ്ടും കാണുന്നത് സദൃശ്യവാക്യം 18 അധ്യായം അല്ലേലിയ അതിന്റെ 22 വാക്യം കൂടെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. അല്ലേലിയ. ഇവിടെ സലോമോൻ പറയുന്ന ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. അല്ലേലിയ. യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കുന്നു. പല സഹോദരങ്ങളും ഇയാളെങ്ങനെയെങ്കിലും പോയാൽ മതി, ഇവളെങ്കിലും നഷ്ടപ്പെട്ടാൽ മതി. പണ്ടൊരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ ആ വീട്ടിലെ നാഥൻ പറയുക, ഭർത്താവ് പറയുക, ഇവളെ കാണുമ്പോൾ പിശാചിനെ കാണുന്ന പോലെ ഇരിക്കുന്നു. അല്ലേ? അപ്പൊ ഞാൻ അവരെ പറഞ്ഞ് തിരുത്തി. ഞാൻ പറയുന്ന സഹോദരൻ, നിന്റെ ഭാര്യയെ നീ കാണുമ്പോൾ പിശാചിനെ പോലെ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷ സമാധാനം. നിങ്ങളുടെ കുടുംബം തന്നെ തകർന്ന് ചിന്ന ഭിന്നമായി നരകത്തിന്റെ അനുഭവമാണല്ലോ. നരകത്തിനെ ആയിരുന്നു കേട്ടോ. പറയുക, ഭാര്യയെ കാണുമ്പോൾ പിശാചിനെ കാണുന്നവരാണെന്ന്. ലേരിയ ഒന്ന് ഓർത്തിരിക്കും ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ അങ്ങനെ പറയും. ഇവിടെ ദൈവം പറയുന്നതാണ്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നാണ്. ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നു. അല്ലെങ്കിൽ യഹോവയോട് പ്രസാദം ലഭിച്ചു വരിക. ദൈവത്തോട് പ്രസാദം, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കണം. ഭാര്യ ദൈവഹിത പ്രകാരമാണെങ്കിൽ, ഭാര്യയെ കിട്ടുന്നത് കർത്താവിന്റെ ഹിതപ്രകാരം വാചനാധിഷ്ഠിതമാണെങ്കിൽ, ദൈവത്തോടുള്ള പ്രസാദമുള്ളതിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ഒട്ടകത്തെ പോലെ മുട്ടിമേൽ നിന്ന് മുട്ടിമേൽ നിൽക്കുക. ഒട്ടകം സകലത്തിന് മുട്ടിമേൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ സകല കാര്യങ്ങൾ മുട്ടിമേൽ നിന്ന് മാതൃകയുള്ള ജീവിതം നയിക്കണം. ഹല്ലേലൂയ പ്രൈസ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ, എഫേസ് ലേഖനം 3 അധ്യായം അതിന്റെ 14 തൊട്ട് വാക്യങ്ങൾ വായിക്കും കാണുന്നത്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന് സന്നിൽ മുട്ടുകുത്തുന്നുവെന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. അതെ, എന്നെ കേൾക്കുന്ന അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും വേറെ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിൽ മുട്ടുകുത്തുന്ന പൗലോസ് പറഞ്ഞ പോലെ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതിന്റെ മക്കളെ ഇതിന്റെ ഇടവും വലവും ചേർത്ത് നിർത്തി അവരെ മുട്ടുകുത്തി കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുന്ന ആരോടാ? യേശുക്രിസ്തുവോട്. കർത്താവ് യേശുക്രിസ്തുവോട് പ്രാർത്ഥിക്കാൻ നിന്റെ മക്കളെ നീ പഠിപ്പിച്ചാൽ അവരുടെ ജീവനാമത് അവരുടെ ജീവിതത്തിൽ അത് അനുഭവിക്കും, അവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. അല്ലേലിയ. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ മൊബൈൽ എടുത്തു കൊടുത്ത് അവരെ മൊബൈലിട്ട് കട്ട് കളിപ്പിക്കുക, അവരെ അതിനകത്തെ പരിപാടിയൊക്കെ കാണിച്ച്, അല്ലേലിയ, എന്തുവാ കുട്ടികളുടെ ഒരുപാട് പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കാണിച്ച് അവരെ അതിൽ വളർത്തിയെടുക്കാതെ ദൈവവചനത്തിൽ വളർത്തിയെടുക്കണം. പൗലോസിന്റെ പ്രാർത്ഥനകളിൽ അല്ലിയ ഇത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രാർത്ഥനയാ. സകലത്തിന്റെയും പിതാവായ ദൈവം നമ്മുടെയും പിതാവാണ്. ആ വലിയവനായ പിതാവിന്റെ മുമ്പിൽ വിനയാധിതനായി പൗലോസ് മുട്ടുകുത്തിയ യഹൂദന്മാർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ശലോമോൻ പറയാണ്, അല്ലിയ, ശലോമോനും യെസ്രയും ദാനിയേലും ഒക്കെ, എലിയാവും ഒക്കെ, സ്തെഫാനോസും ഒക്കെ, പൗലോസും ഒക്കെ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവ് യേശുക്രിസ്തു ദൈവസന്നിധി പിതാവിന്റെ സന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതെ, നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി മുട്ടുമുടക്കിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമാണ്. ഇന്ന് പകൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട്, നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട്, കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങളോട് പറയട്ടെ, നിന്റെ മക്കളെ ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നീ പഠിപ്പിക്കുന്നെങ്കിൽ നിന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. വായിച്ച വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എത്താം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യമാണല്ലോ. എന്താണ്? ഹല്ലേലൂയ. പാത്രത്തിലെ വെള്ളം, ഹല്ലേലൂയ, വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ച് പിന്നെയും കോരിക്കൊണ്ട് വരുവാൻ കിണറ്റിലേക്ക് ഊട്ടിയിറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. റബേക്കയുടെ അനുസരണ താഴ്മ, എലയാസന്റെ ആ ജീവിതത്തിന്റെ സന്തോഷം, എലിയാസന്റെ യജമാനായ അബ്രഹാമുള്ള സ്നേഹം, ഒട്ടകങ്ങൾക്ക് തന്റെ യജമാന എലിയാസിനുള്ള സ്നേഹം, എല്ലാം പരസ്പര താഴ്മയാണ്. മുട്ടുകുത്തുക. അത് ദൈവമക്കൾ നാം മുട്ടുകുത്തി ഒട്ടകങ്ങളെ കണ്ട് മാതൃകയായി നാം മുട്ടുകുത്തി ദൈവത്തോട് കണ്ണുകളടച്ചാട്ട്. ആരെങ്കിലും ജീവിതത്തെ തകർന്ന് പ്രയാസങ്ങളുടെ ദുഃഖത്തിൽ, കരുതലിന്റെ നിലയുടെ, വേദനയുടെ, പ്രതിസന്ധി നിലയിലാണോ, മരണത്തിന്റെ മുമ്പിലാണോ, ഇന്ന് പകൽ നീ നിന്നെ താഴ്ത്തുവാൻ കഴിയുന്നെങ്കിൽ നിന്റെ താഴ്ച നിന്നെ ഉയർത്തുവാൻ യേശു വിശ്വസ്തന. നീ ഏത് വിഷയത്തിന്റെ ഭാരപ്പെടുന്നു, ഏത് വിഷയമാണ് നിന്നെ അലട്ടുന്നതോ ആ വിഷയങ്ങളിൽ യേശു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ കണ്ണുനീരോടുകൂടി കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങളോട്, മരണത്തെ മാത്രം ആഗ്രഹിക്കുന്ന ചില ജീവിതങ്ങളോട്, തകർച്ചയുടെ തകർന്നടിയിൽ നിന്നെ ഉയർത്തുവാൻ യേശു ആഗ്രഹിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും പാനസ ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തെ ജടിക ചൂതാട്ട, വ്യഭിചാര, ബലസംഘ, അശുദ്ധി, ദുർമാർഗങ്ങൾ, അശ്ലീലമായ ജീവിതങ്ങളകപ്പെട്ട് കർത്താവ് ടിവിയുടെ, സീരിയലിന്റെ, കോമഡി, റിയാലിറ്റി സിനിമയുടെ മുമ്പിൽ അതംപതിച്ചു പോയി തലമുറ, മദ്യത്തിനും മയക്കു ലഹരിക്കും അടിമപ്പെട്ടു പോയി തലമുറ, ഈ ലോകത്തിന്റെ എല്ലാ ജടികമായ ജീവിതങ്ങൾ പരാജിതരായി കിടക്കുന്ന ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലെ ദൈവത്തിന് മുൻപോട്ട് ഊത്തി പ്രാർത്ഥിച്ച് ജീവിതത്തിൽ സമാധാനമുള്ളവരെ തീരുവാൻ ജനത്തെ ഒരുക്കണമേ. ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണനേതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, നേതാ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയെയും സകല ജനത്തെ അധികാരികളെയും കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്ന BSCR, ക്രമസമാധാനം, നിർമ്മാണ രംഗത്ത് രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ ഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കും. കരയിൽ കടഞ്ഞു ആകാശമാർഗം വാഹനോടിക്കും, വാഹനയാത്ര, വാഹന സെയിൽസ് ചെയ്യുന്നവർ, കടലോര വസതി മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർക്കായി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കരികളിലും കമ്പനിയിലും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, വലുത് ചെറുതുമാരില്ല വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാര്, ക്ഷീരമേഖലയിൽ കർഷക മേഖലയിലായിരിക്കുന്നവർക്കായി, കർഷക രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോറും കൊണ്ട് യൂണിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സിയോടോ ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പാടത്തും പറമ്പിലും കൂടിയിലും കല്ലിലൂടും മണിലൂടും തടിയോടും മല്ലടിക്കുന്ന നിരവധി ജീവിതങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന അനവധി ആളുകൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവി മത, സാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർക്ക് ഇവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. സാത്താന്റെ തന്ത്രങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന രോഗത്തിൽ, പാപത്തിൽ, ശാപത്തിൽ വീട് കിടക്കുക, കടക്കിണിയാൽ സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ജപ്തി നടപടി നേരിടുന്നവർ എല്ലാം ദൈവസന്നിധിക്ക് മടങ്ങി താഴ്ന്നു ധരിപ്പാൻ, കുടുംബജീവിതം നഷ്ട കുടുംബജീവിതം ചിഹ്നമായ അനേക കുടുംബങ്ങൾ
കുടുംബങ്ങളിൽ ചിഹ്നഭിന്നമായി വിവാഹമോചന കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ, തലമുറകൾ നശിച്ചു മധ്യത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇവർ കർത്താവ് ഈ ജനമൊക്കെ മാനസാന്തരം മടങ്ങിടുവാൻ ഭവനമില്ലാതെ തലമുറയാ വിവാഹിതൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അത്ഭുതം ചെയ്യണമേ. എല്ലാ പ്രതിസന്ധി മാരകമായ രോഗത്തിൽ എല്ലാ ബാധകളും നൽകി എല്ലാ പാപശാപം ഞാൻ വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ദൈവമേയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരം യൗവനത്തിലും വാർത്തയും രാജ്യത്തിൽ ജോൾ തടവറയിലായിരിക്കുന്നതിനായി ക്രിമിനൽ കേസ് ഏർപ്പെട്ട് കിടക്കുന്നവർ, നിരാശയിലായിരിക്കും മരണാശയിലായിരിക്കുന്നവർ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ദുഃഖങ്ങൾ നിരയിലുവായിരിക്കുന്ന ജനം മടങ്ങി വന്ന് താഴ്മ ധരിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് യേശുവിനെ ഉയർച്ച പ്രാപിപ്പാൻ ജനത്തിന് ആത്മീയ കണ്ണ് തുറക്കണമേ. എല്ലാ പാവശാപ രോഗത്തിൽ പിടിപ്പിക്കണം. ദൈവമക്കൾ ദൈവദാസന്മാർ വിദേശത്തായിരിക്കും, സ്വദേശത്തായി വിദേശക്കാരുടെ ജോലിക്ക് കടന്നു സൂര്യ സർമാർ കഷ്ടം സഹിക്കുന്നത്, വേദന ലഭിക്കുന്നത്, ജോലി നഷ്ടപ്പെട്ടവർ, സാലറി കിട്ടാതെ നാട്ടിക്കടന്ന് ഭാരപ്പെട്ടവർക്ക്, വിസാമത് കിട്ടാൻ പാസ്പോർട്ടിനെ വീക്ഷിച്ചിരിക്കുന്നവർ, കർത്താവ് വിവിധ പ്രതിസന്ധി കടന്നു പോകാനുണ്ട്, വിദേശ പീഡ അനുഭവിക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവ് സകല ജനത്തിൽ സമാധാനം വഹിക്കണമേ. സകല ജനത്തിൽ സ്വസ്ഥത വഹിക്കണമേ. ദൈവത്തിന് താഴ്വാനുള്ള അനുഭവം കൊടുക്കണമായി ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സകല ജനത്തെ ഏൽപ്പിക്കുന്നു. പിതാവിന്റെ പുത്രനും പരിശുദ്ധന്മാരുടെ നാമത്തിൽ സകല ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.